സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന എല്ലാവരും ഒരു മിക്സ് ഓഫ് ഇമോഷൻസിലൂടെ എന്തായാലും കടന്നു പോയിട്ടുണ്ടാവും. അതിലൊരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടാവും, ഹാപ്പിനെസ് ഉണ്ടാവും, ടെൻഷൻ ഉണ്ടാവും. അങ്ങനെ ഒരു മിക്സ് ഓഫ് ഇമോഷൻസിലൂടെ കടന്നു പോയവരായിരിക്കും ചെറുതും വലുതുമായ എല്ലാ ആൾക്കാരും. ഇവരുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാറ്റഗറി ആൾക്കാരുണ്ട്. അതായത് ഈ കുഞ്ഞ് ബേബീസിനെ വെച്ചിട്ട് ബിസിനസ് റൺ ചെയ്ത് പോകുന്ന ആൾക്കാരുടെ കാര്യമാണ് ഞാൻ എടുത്തു പറയുന്നത്. എനിക്കറിയാൻ പറ്റും അവരുടെ സ്ട്രഗിൾസും അവരെടുക്കുന്ന എഫേർട്ടും എത്ര മാത്രം ഉണ്ടെന്നുള്ളത്. എന്ന് വെച്ചിട്ട് ബാക്കിയുള്ളവരൊന്നും അടിപൊളിയല്ല, അല്ലെങ്കിൽ അവരൊന്നും ഹാർഡ് വർക്ക് ചെയ്യുന്നില്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ പ്രഗ്നന്റ് ലേഡീസ്, അതുപോലെ കുഞ്ഞുണ്ണികളൊക്കെ വെച്ചിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ ഫേസ് ചെയ്യുന്ന ഒരുപാട് ഡിഫിക്കൽട്ടി സ്റ്റേജസ് ഉണ്ട്. ചിലപ്പോൾ ഒരുപാട് പേരെ സപ്പോർട്ട് ഉണ്ടാവും, ചിലപ്പോൾ ആരും സപ്പോർട്ട് ഇല്ലാണ്ടും വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇവരോടൊക്കെ എനിക്ക് റെസ്പെക്റ്റ് ആണുള്ളത്. തുടക്ക സമയങ്ങളിൽ ഒട്ടുമിക്ക ആൾക്കാരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കും മറ്റുള്ളവരെ കളിയാക്കലും പുച്ഛിക്കലും. നമ്മൾ സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു സക്സസ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതിന് ചിലപ്പോൾ ആഴ്ചകളെടുക്കും, മാസങ്ങളെടുക്കും, ചിലപ്പോൾ വർഷങ്ങൾ വരെ എടുത്തുനിന്ന് വരും. അങ്ങനെ കാത്തിരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് തന്നെ സക്സസ് ആണ്. നിങ്ങൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ എന്തായാലും അതിനെക്കുറിച്ചിട്ടൊരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. എന്നിട്ട് വേണം നിങ്ങളത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. എല്ലാവരും ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നുണ്ട്, എന്നാൽ പിന്നെ ഞാനും ചെയ്തേക്കാം എന്നുള്ളൊരു മൈൻഡിൽ നിങ്ങൾ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പണി കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. സീരിയസ്ലി പുറത്തുനിന്ന് കാണുന്ന അത്രയും ഈസി ആയിട്ടുള്ള ഒരു പരിപാടിയല്ല ഒരു ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. ഇതിനി കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എന്തോ ഒരു ഓർഡേഴ്സ് ആണല്ലോ വരുന്നത്, എന്തൊരു ഭാഗ്യമാണല്ലോ എന്നൊക്കെ. ഇതൊരിക്കലും ഒരു ഭാഗ്യമല്ലടോ. എത്രയോ ദിവസങ്ങൾ ഒരു ഓർഡർ പോലും കിട്ടാതിരുന്നിട്ടുണ്ടെന്ന് അറിയോ? നമ്മൾ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക. നമ്മുടെ മനസ്സിൽ എപ്പോഴും സ്ട്രോങ് ആയിട്ടുള്ളൊരു വിഷൻ ഉണ്ടായാൽ മതി. നമുക്കും ഒരു ദിവസം വരും, ഒരുപാട് ഓർഡേഴ്സ് വരും, നമുക്കും ഏൺ ചെയ്യാൻ പറ്റും. മനസ്സ് മടുക്കാതെ ഈ ഒരു ലക്ഷ്യബോധത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ എന്തായാലും ഒരു ദിവസം നമുക്കുള്ളത് തന്നെയാണ്. നമ്മുടെ അടുത്തേക്ക് ഓർഡേഴ്സ് എന്തായാലും വരെ തന്നെ ചെയ്യും. എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് എന്ന് ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യമാണ്, നമ്മൾ പഠിച്ചത് എന്താണോ അതാണ് ജോലി ചെയ്ത് ജീവിക്കേണ്ടത്. അങ്ങനെ ഒരു കോൺസെപ്റ്റേ നിങ്ങൾ വിചാരിക്കരുത്. നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ഏണിങ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റീസും ആ സോഴ്സും നമ്മുടെ കയ്യിൽ എത്തിപ്പെടുകയാണെങ്കിൽ നമ്മൾ സ്വിച്ച് ചെയ്യണം. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഈ ഒരു ജോബ് ഞാൻ എൻ്റെ ലൈഫിലെടുത്ത ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ ആണെന്നാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. കഥകളൊക്കെ പറഞ്ഞിരുന്ന സമയം പോയത് അറിഞ്ഞില്ല. എനിക്ക് ഇനി ഓർഡേഴ്സൊക്കെ പാക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.